ഞാൻ ഫാത്തിമ ഫിൽസ. ഞാൻ ഹന ഫാത്തിമ. ഞാൻ ഐഷ ആഫ്രിൻ. ഇവിടെ ഞങ്ങൾ ഒരു ചെറിയ സ്കിറ്റ് അവതരിപ്പിക്കാനാണ് പോകുന്നത്. ഞങ്ങളുടെ ക്ലാസ്സിലെ ചെറിയൊരു കാഴ്ചയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. أعوذ بالله من الشيطان الرجيم. بسم والعاديات الله ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد. ഹേ ഫിൽസ, എന്തു പറ്റി ഇങ്ങനെ ഓതാൻ? വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. മണിക്കലോ നീട്ടലോ ഒന്നുമില്ലാതെ. ആ, ഇങ്ങനെയെല്ലാം മതി. വെറുതെ മണിച്ചിട്ടും നീട്ടിയിട്ടുമെല്ലാം ഓതാൻ നിന്നാൽ കുറേ സമയം എടുക്കും തീരാൻ. ഇതാകുമ്പോൾ പെട്ടെന്ന് ഓതി തീരുമല്ലോ. അപ്പോൾ ഇങ്ങനെയല്ലേ ഓതുക? വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണോ നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്? മണിക്കലും നീട്ടലും ഒന്നുമില്ലാതെ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് കേട്ടില്ലേ? വറത്തിലിൽ ഖുർആന തർത്തീല. അതായത് ഖുർആൻ തർത്തീൽ പ്രകാരം ഓതുക എന്ന് വെച്ചാൽ ഖുർആൻ തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ടും ഭംഗിയിലും ശബ്ദമാധുര്യത്തിലും വേണം നാം ഖുർആൻ പാരായണം ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ശൈലി മാറ്റിയാൽ മതിയില്ലേ ഖുർആൻ മനോഹരമാക്കാൻ? അങ്ങനെയല്ല ഹാന. പാട്ടും കവിതയും ഒക്കെ പോലെ ശൈലി മാറ്റൽ മാത്രം കൊണ്ടല്ല ഖുർആൻ പാരായണം മനോഹരമാകുന്നത്. നമ്മുടെ ഖിറാഅത്ത് മനോഹരമാകണമെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന തജ്വീദ് നിയമങ്ങൾ പാലിക്കൽ നിർബന്ധമാണ്. അത് ശരി. എന്നാൽ ഞങ്ങൾക്ക് ഒന്ന് ഓതി കേൾപ്പിച്ചു തരാമോ? ആ, ഓതിത്തരാമല്ലോ. എന്നാൽ നിങ്ങൾ ഏറ്റു ഓതിക്കോളൂ. ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. والعاديات ضبحا والعاديات ضبحا فالموريات قدحا فالموريات قدحا فالمغيرات صبحا فالمغيرات صبحا فأثرن به نقعا فأثرن به نقعا فوسطن به جمعا
في القبور أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور وحصل ما في الصدور إن ربهم بهم يومئذ لخبير إن ربهم بهم يومئذ لخبير صدق الله العظيم صدق الله العظيم. അപ്പോൾ ഇങ്ങനെയാണല്ലേ ഓതേണ്ടത്? അതെ ഇൻഷാ അല്ലാഹ് ഇനി മുതൽ ഇങ്ങനെ ഓതാം. ജസാക്കില്ലാഹു ഖൈറൻ ബാറകല്ലാഹു ഫീക് وإياكم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.